അരിക്ക് വെള്ളം വെച്ച് പൊടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും വിജയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ, അല്ലെങ്കിൽ ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും വന്ന എല്ലാ കമൻസ് ഇട്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പുതിയ ആൾക്കാർക്കും. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങും. ഉച്ചയ്ക്ക് കളിക്കാൻ പോയിട്ട് വന്നിട്ട് കുളിപ്പിച്ചിട്ട് പിടിച്ച് കയറ്റി കിടത്തി അങ്ങ് ഉറങ്ങി. മറിഞ്ഞ് ഞാൻ പോയില്ലായിരുന്നോ ക്ഷീണം കൊണ്ട്. കാണിക്കും ഉറങ്ങുക. എണ്ണിക്കുന്നില്ലയോ? AC ഇട്ടേക്ക് തടുക്കത് എടാ ഇന്നീര് കുഞ്ഞാ, ഇന്നീര്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ബെൻസി എനിക്ക് ഇങ്ങനെ പാഴ്സൽ ഇടുന്നു. ഇപ്പോൾ 2-3 കമൻറ്റ് വന്ന് ഫോണായിരിക്കും. ഫോണാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം അവൾക്കില്ല, ബിസി ആയതുകൊണ്ട് അവൾ എൻ്റെ വീഡിയോ അങ്ങനെ പിന്നെ കുറച്ച് ലേറ്റ് അന്ന് തന്നെ കാണത്തില്ല. അപ്പം ഞങ്ങളിന്ന് ഫോണിൽ സംസാരിച്ചപ്പോഴും ഇത് അവൾ അയച്ച് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. കാരണം ഇന്നാളിലൊരു പാഴ്സൽ വന്നില്ലേ, അതുകൊണ്ട് അല്ലെങ്കിൽ അവൾ പറയത്തില്ലായിരുന്നു. പിന്നെ രജിസ്റ്റേർഡായിട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് അവൾക്കൊരു ഡൗട്ട് വന്നു, വീട്ടിൽ കൊണ്ട് തരുമോ അതോ അവർ ഫോൺ ചെയ്യുമോയെന്ന്. കൊറിയറുകാരാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, അതുകൊണ്ടുള്ള പേടി കൊണ്ട് അവൾ ഒന്ന് പറഞ്ഞതാണ് മുന്നിട്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ കാര്യം അറിയുന്നതിന് മുമ്പിട്ടേ അവൾ വിട്ട സാധനം ഫോണല്ല. അതുകൊണ്ട് പലരും പറഞ്ഞു ചിലപ്പോൾ ഫോണായിരിക്കുമെന്ന്. ഫോണല്ല കേട്ടോ. പിന്നെന്താ, പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ പോർക്കിൻ്റെ റെസിപ്പി ഇടിയോ ചോദിച്ചാൽ അക്കിൽ പോർക്ക് നമ്മൾ കഴിച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടുമില്ല, അങ്ങനെ കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് ചിലർ മട്ടൻ്റെ ചോദിക്കും. മട്ടനും ഇവിടെ ഇത്രയും വർഷമായിട്ട് 1-2 പ്രാവശ്യം വെച്ചത്. ഇവിടെ അതും ഇവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് മട്ടനും വാങ്ങിക്കാറില്ല. പിന്നെ മീൻ മിക്കവാറും കാണും. അപ്പോൾ നോൺ വെജ് എന്നും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നോൺ വെജ് എന്ന് പറഞ്ഞാൽ മീൻ എന്നും മിക്ക ദിവസവും കാണും. മീനുണ്ടെങ്കിൽ പിന്നെ ഒരു കറി ആയല്ലേ, പിന്നെ എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും ഒരു ഒഴിച്ച് കറിയോ ഒക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് മീൻ മിക്ക ദിവസവും കാണും. ചിക്കനും ബീഫും ഞാൻ പറഞ്ഞില്ല, ഈ അച്ചാറൊക്കെ ഇടാൻ വാങ്ങിക്കാൻ പോകുമ്പോഴാണ് കാണാൻ നമ്മൾ വീട്ടിലത്തേക്ക് ഇച്ചിരി ബീഫ് കൂടെ വാങ്ങിക്കത്തുള്ളൂ. ചിക്കനും എന്നൊന്നുമില്ല, വല്ലപ്പോഴും ചിക്കനും വാങ്ങിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉഷ വിജയകുമാർ ഒരു വീഡിയോ ഇട്ട് തന്നു. ദൈവമേ, നമ്മളെയൊക്കെ അസുഖക്കാരാക്കുന്ന ഈ മനുഷ്യർ തന്നെ. അവരുടെ സാധനങ്ങൾ വിറ്റ് പോകാൻ വേണ്ടി എന്തൊക്കെ കെമിക്കലുകളാണ് അവർ കുത്തിക്കയറ്റുന്നത്. നമ്മുടെ തണ്ണിമത്തങ്ങക്കകത്ത് വീഡിയോ സഹിതം അയച്ചു തന്നതാണ്. ഒരു പോലീസുകാരൻ പറയുന്നത്, കാണിടാ നീ അത് ഇഞ്ചക്ട് ചെയ്ത് കാണിക്കുന്നു. എന്തോന്നോ കളർ 10 ml എടുത്തിട്ട് വാട്ടർമെലൻ്റെ പുറത്തുനിന്ന് കുത്തി അകത്തോട്ട് കയറ്റുന്നു. അപ്പോഴത്തേക്കും അകം അങ്ങ് നന്നായി ചുമന്ന് ഇരിക്കും. അന്നേരം പോലീസുകാരൻ പറയുന്നത്, നീ മുതൽ എത്ര നാൾ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായതിനെ 2-3 മാസം എങ്ങാണ്ടാണ് പറഞ്ഞത് ആയി. അപ്പം പറഞ്ഞാൽ നിന്നെ ഞാൻ കാണിക്കണം, സാബ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കുറേ രൂപ എടുത്ത് പോലീസുകാരൻ കൊടുക്കും. പോലീസുകാർ പറഞ്ഞ്, ഞാനിത് വാങ്ങിച്ചിട്ട് എത്ര പേരെ നീ രോഗികളാക്കിയടാ, എത്ര മീൻസ് വില കൂടിയ മരുന്നുകളൊക്കെയാടാ വാങ്ങിക്കുന്നത്, നിനക്കൊക്കെ എന്തുവാണെന്ന് പറഞ്ഞ് കുറേ പറയുന്ന ഒരു വീഡിയോ. ഞാൻ പറയാമോ ദൈവമേ, എന്തെല്ലാം എവിടോ പണിയാണ്. ഉച്ചയ്ക്കാണെങ്കിൽ 1 മണി തൊട്ട് 4 മണി വരെ ഇങ്ങനെയുള്ള സൗണ്ടൊന്നും പറ്റത്തില്ല സൊസൈറ്റിയിൽ. ഇത് 4 മണി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും. ഞാനെൻ്റെ ജോലികളിൽ ഒതുങ്ങിയൊന്ന് കിടക്കാൻ വരുന്നത് അന്നേരം. ചെവിയും തലയും കേൾക്കണ്ട. ഇത് കട്ടിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ വെൽഡിങ് കീന്നുള്ള സൗണ്ട്. ഇനിയിപ്പം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ റീപ്ലാസ്റ്ററിങ് ഒക്കെ നടക്കാൻ പോവാം. അതൊരു നല്ലൊരു പിരിവായിരുന്നു. ഇപ്പം സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു 55,000-60,000 രൂപയോളം നമ്മളിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും.
പ്ലാസ്റ്ററിങ് ചെയ്തത്. അതുകൊണ്ട് ഇനി ഈ ബാമ്പു എല്ലാം കെട്ടി ഇനി എപ്പോഴും ആൾക്കാരുടെ ബഹളമായിരിക്കും ഇനി വെളിയിലേ. ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു ഓരോ പ്രൊഡക്റ്റിലും ഇങ്ങനെയാന്നേ. മാങ്ങ പഴുക്കാൻ ഇപ്പോൾ ഉള്ള മാങ്ങകൾ, നാട്ടിലത്തേക്ക് നമ്മുടെ മാങ്ങകൾ, നമ്മുടെ മരത്തിൽ നിന്ന് വീഴുന്ന മാങ്ങകളൊക്കെ പൂളുമ്പോഴും ഇവിടുത്തെ മാങ്ങകൾ പൂളുമ്പോഴും ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. പഴുക്കാൻ വേണ്ടി ഇവർ ഓരോന്നൊക്കെ ചെയ്യുന്നതാന്നേ. പുറമേ നല്ല ഭംഗി നല്ല മണവും ആയിരിക്കും. പൂളുന്നുടനെ അകം ഇങ്ങനെ കിഴുത്ത പോലെ ഒരു സൈസ് മഞ്ഞ കളർ പോലെയുമാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് വീഡിയോ അധികം വലിയ ലെങ്ത് ഒന്നും ഉള്ള വീഡിയോ അല്ല. കോൾഡ് ഈ വിയർപ്പ് താങ്ങുന്നയാ, സഹിക്കാൻ വയ്യ. ഇന്നലെ ആണെങ്കിൽ മൊത്തം കണ്ണ് കടിച്ചില്ലായിരുന്നു, രാത്രി മൊത്തം കണ്ണ് കടിച്ചില്ലായിരുന്നു. ഇന്നും ഉണ്ട് ഇവിടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ എടുത്തിരിക്കുക, കണ്ണങ്ങ് ചൊറിച്ചിൽ തന്നെ ചൊറിച്ചിൽ. പിന്നെ ഇനി ഞാൻ എന്തോലും പറയാനുണ്ടോ എന്തോ. അയ്യോ ഒരു മിനിറ്റ്. വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഈ കമൻസ് പോയി നോക്കും ആരൊക്കെ ഇട്ടെന്നുള്ളത്. അന്നേരം ഞാൻ കണ്ടായിരുന്നു ഒരു ഹായ് പറയണേന്ന്. പക്ഷെ ഞാൻ ഇപ്പം നോക്കിയിട്ട് ആ കമൻറ്റ് കാണുന്നില്ല. അതുപോലെ ഞാനും കഴിഞ്ഞ 2-3 ദിവസത്തെ മുമ്പിട്ട് ജീനയ്ക്ക് ഒരു കമൻറ്റ് ഇട്ട്. നല്ല നാട്ടിലത്തെ ഞങ്ങൾ നാട്ടിൽ പോകേണ്ട ഒരു സൈസ് സാൻഡ്വിച്ച് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അന്ന് തിരിച്ചു വന്നോണ്ടേ ഫ്ലൈറ്റിനായതുകൊണ്ട് നമ്മളത് വാങ്ങിച്ച് കൊണ്ടുവന്നായിരുന്നു. പിന്നെ പന്നലൊന്നും ആയില്ലായിരുന്നു. അത് നല്ല 30-40 രൂപ എങ്ങാണ്ട് ഒരെണ്ണത്തിനെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ മതി, വയറ് ഫുള്ളാവും ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ അതൊക്കെ കണ്ടോണ്ടേ ഞാനൊരു കമൻറ്റ് ഇട്ടായിരുന്നു, ഇതാണോന്ന്, ഈ സാൻഡ്വിച്ച് ആണോന്ന് അറിയാൻ. 2 ദിവസം കഴിഞ്ഞ് മറുപടി കാണാൻ ഞാൻ ചെന്ന് വീണ്ടും ആ വീഡിയോ നോക്കണേ എൻ്റെ കമൻറ്റ് കാണുന്നില്ല. അതെന്താണോ എന്തോ. ഇപ്പം ഇന്ന് മായം വിളിച്ചു ചോദിച്ചു, ചേച്ചിക്ക് വീഡിയോ ഇട്ടില്ലയോ, പിന്നെ നോട്ടിഫിക്കേഷൻ വന്നില്ലെന്ന്. ആകെ എൻ്റെ റെഗുലർ കാണുന്ന കുറേ പേരുണ്ട്, അവർക്ക് പോലും നോട്ടിഫിക്കേഷൻ ചെന്നില്ലെങ്കിൽ പിന്നെ എന്തോ ആവും, വീഡിയോ അവതാളത്തിലാവും. അപ്പോൾ അത് കമൻ്റ് ആണെങ്കിലും ചിലരുടെയൊക്കെ വരത്തില്ല. അപ്പോൾ അവർ ചിന്തിക്കുക ഞാൻ റിപ്ലൈ കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, കമൻറ്റ് ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും കമൻറ്റ് കൊടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ മാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ വൈ സ്റ്റുഡിയോയിൽ വന്ന് കിടക്കും ചിലപ്പം. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്നൊരു ചെറിയ വീഡിയോയാ. അപ്പം ഈ അച്ചാർ വാങ്ങിച്ചവർ കിട്ടിക്കഴിഞ്ഞ് ഒന്ന് റിപ്ലൈ തന്നേക്കണേ കിട്ടിയെന്നുള്ള. ഞങ്ങളല്ലേലും കൊറിയർ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കും, സ്റ്റാറ്റസ് എവിടെ വരെ എത്തി എന്നുള്ളത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ബൈ ചാൻസ് അവർ ചിലപ്പം ഇത് കാണിക്കുന്ന അതുമായിട്ട് വ്യത്യാസവും വരും. ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നു, ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ കാര്യം. എൻ്റെ ബ്രദറിന് 2 ഏട്ടപ്പിള്ളേരാന്നല്ലേ, ചിലർക്കൊക്കെ അറിയാമല്ലേ. അതിൽ മൂത്തവൻ അങ്ങനെ ഒത്തിരി ചാട്ടോ അങ്ങനെയുള്ള ഒരു ശാന്ത സ്വഭാവമാണ്. ഇളയത് അതിനോട് തീരും. ഇപ്പം സംസാരിക്കും. ഇപ്പം 4 വയസ്സായി. മൂത്തത് എന്നാലും അധികമൊന്നും അങ്ങനെ ആരോട് സംസാരിക്കത്തില്ല. ഇളയത് അയ്യോ, കഴിഞ്ഞ ദിവസം ബെൻസിക്ക് ഫോൺ ചെയ്ത് വന്ന്, ആൻറ്റി അവനറിയാം ബെൻസി എപ്പോൾ ചെന്നാലും ചമ്മന്തിപ്പൊടി, ഇവന് ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. എന്തും ദോശയോ എന്തെങ്കിലും കൊടുത്താൽ ഒരിടയ്ക്ക് തേനായിരുന്നു, പിന്നെ അത് ചമ്മന്തിപ്പൊടിയായി. ചോറിൻ്റെ കൂടെ അങ്ങനെ എപ്പോഴും അവനത് വേണം. അവളത് കൊണ്ടുപോകും. അപ്പോൾ അവളോട് പറയുക, ആൻറ്റി വാ. അവൾ വെച്ച് ഞാൻ വന്നാൽ നീ എന്തോ തരുവാടാ. അപ്പം വീട്ടിൽ കോഴികളുണ്ട്. അന്നേരം പറഞ്ഞ് മുട്ട തരാം. അന്നേരം അവൾ വെച്ച് മുട്ട എവിടെ നടാ. അപ്പോൾ അവൻ അന്നേരം ആൻറ്റി എന്നല്ല പറഞ്ഞത്, എട പൊട്ട കോഴി ഇടും, ഞാൻ മുട്ട തരാം, നീ എനിക്ക് ചമ്മന്തിപ്പൊടി തരണോന്ന്. ആരും പറഞ്ഞു കൊടുത്തതല്ല, ഈ കൊച്ചൻ പറയവാ, ഞാൻ മുട്ട തരാം, അതിന് പകരം അവന് ചമ്മന്തിപ്പൊടി കൊടുക്കണേന്ന്. അയ്യോ, ഒരു 1/2 മണിക്കൂർ കൂടെ അവളോട് സംസാരിച്ചു. അവൾ പിന്നെ ഗതികെട്ട് അവൾ പറഞ്ഞേടാ, അവക്കാണെങ്കിൽ എന്തോ ജോലിയും ചെയ്യണം, ചമ്മന്തി അരയ്ക്കും എന്താ കണ്ട. അവൾ പറഞ്ഞേടാ എനിക്ക് ചമ്മന്തി അരയ്ക്കാൻ പോകണടാ. വേണ്ട ആൻറ്റി, കാര്യം പറയാം ആൻറ്റി. അപ്പോൾ അമ്മ പറഞ്ഞ അവസാനം ഗതികെട്ട് അവൾ കട്ടാക്കിയെന്ന് തോന്നുന്നു. എന്നിട്ട് പറയാം, അയ്യോ ഫോൺ കേടായി ഡാഡിയേ, ഫോണൊന്ന് ശരിയാക്കണേ, കേടായി ആൻറ്റിയുടെ. അത് കേട്ടിട്ട് ഞാനും കഴിഞ്ഞ ദിവസം വിളിച്ചു, ഞാനിവിടെ എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുക. അത് അരിഞ്ഞ് തീർന്നിട്ട് ഇവൻ്റെ സംസാരം നിൽക്കുന്നില്ല. അവസാനം ഞാനും കട്ടാക്കേണ്ടി വന്ന്. അപ്പം ഇത്തിരി കഴിഞ്ഞ് അമ്മ വിളിച്ച് മക്കളെ നീ കട്ടാക്കിയതാണോ? ഞാൻ പറഞ്ഞു ആന്നമ്മേ, ഞാനിതെല്ലാം അരിഞ്ഞും കഴിഞ്ഞപ്പോൾ എനിക്കിനി എണീറ്റ് പോയി വല്ലതും ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇവർക്ക് സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അന്നേരം പറയാന്ന്, ഓ ഫോൺ കേടായെന്ന് തോന്നുന്നു, ചെന്ന് ബ്രദറിനോട് പരാതി പറയുന്നെന്ന്.
ഇത്രയും അവൻ ഭയങ്കര കാര്യം പഠിച്ചില്ല. എന്നാൽ ഇയാളെ മൂത്തതൊന്നും അങ്ങനെ മിണ്ടത്തേ ഇല്ല. ഇവനായിരുന്നു തീരെ വെയിറ്റ്. ഇവൻ ജനിച്ച ഉടനെ 1,800 അത്രയ്ക്കേ ഉള്ളായിരുന്നൊരു എലിക്കുഞ്ഞായിരുന്നു. ഇപ്പോഴും 2 കണ്ണേ ഉള്ളു ഈ മറിച്ചിലല്ലേ. പക്ഷെ മൂത്ത ആള് ഇത്തിരി കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു സംഭവം നടന്ന് നമ്മൾ ഫ്രീ ആയിട്ട് എങ്ങനെ ഇരിക്കുമ്പോഴേ ഇവരെ വിളിക്കാൻ പറ്റൂ. അല്ലാതെ ജോലി സമയത്തൊന്നും വിളിച്ചിട്ട് അവരോട് സംസാരിക്കാൻ പോയാൽ അവൻ ഫോൺ വെക്കത്തില്ല, നമ്മൾ കട്ടാക്കേണ്ടി വരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ടാവും വെണ്ടയ്ക്ക മെഴുക്കോട്ടി ഒഴിക്കും. ഇന്നലെ ടൊമാറ്റോ ചട്നി കൊടുത്തിട്ടും അങ്ങനെ വേണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി കൊടുത്തിട്ടും വേണ്ടായിരുന്നു. അപ്പം അതെടുത്ത് ചൂട് കാരണം വയ്യ. പിന്നെ ഇങ്ങനെ ഓരോ പരിപാടികൾ. തുണി കഴുകാനിട്ടേക്കുന്ന മീൻകറി ഞാൻ പറഞ്ഞില്ല തിളപ്പിച്ച് വെച്ച്. മീൻകറി ഉണ്ട്, മോരുകറി ഇരിപ്പുണ്ട്, പയറൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് തോരൻ ചെറുപയർ തോര ഇരിപ്പുണ്ട്, ഇന്നലെ എടുത്തിട്ടും ബാക്കി ഇരിപ്പുണ്ട്. തുണി ഇന്നലെ കഴിഞ്ഞ് ഇന്നലോട്. കാരണം ഇവന്മാർ താഴെ പോളിന് ഡെയിലി ഇപ്പം 4 ടീഷർട്ടേലും വേണം. ഇപ്പം കളിക്കാൻ പോയേ വെള്ളം കുളിന്നായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ട്യൂഷന് പോകും, വീണ്ടും അത് മാറിയിട്ട് പിന്നെ വീണ്ടും താഴെ പോകും. ഭയങ്കരമായിട്ട് കയറി. ഇന്നലെ ഞാനാണെങ്കിൽ നോക്കിയുണ്ടേ ഇവൻ രാത്രി പോയിട്ട് വന്നിട്ട് ടീഷർട്ട് അവിടെ കിടക്കുന്നു. എന്തുവാ നമ്മൾ ഈ കഴുകി ഇട്ടിട്ട് ഒലച്ചെടുത്തിട്ട് അങ്ങനെ കളർ അതുപോലെ. ഞാൻ ചോദിച്ചു എന്തുവാണ് പോലെ കഴിഞ്ഞിച്ച് കുളിച്ചിട്ട് ആൾ കഴുകി ഇട്ടായിരിക്കും ഒരിക്കലും പറ്റത്തില്ല. കാരണം അവന് ചിലരുടെ ഷർട്ടുകൾ ഇഷ്ടമാണ്, അതേ ഇടത്തുള്ളൂ, അതുകൊണ്ടായിരിക്കും. അപ്പം എന്നോട് പറയാം നോക്കണം വെള്ളം ഇട്ടിട്ട് വീഴുന്നു, വിയർത്തതാ. അതവൻ ഇച്ചിരി ഒന്ന് വിയർത്ത് കാണിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാന്നും പറഞ്ഞു. അല്ലെങ്കിൽ ഊരി അതിൻ്റെ അകത്തോടെ ഇടുന്നത്. അത്രയ്ക്ക് വിയർപ്പാണ്. ഞാൻ പറഞ്ഞ ഈ വെയിലത്ത് പോകണ്ടെന്ന്. ഇവന്മാർ കേൾക്കുമോ? കൊച്ചതും പോയിട്ടുണ്ട്. കൊച്ചിപ്പം കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് തലയിലൊക്കെ വിയർപ്പങ്ങ് തുടച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുത്തും, എന്നിട്ട് പോയി കുളിക്കാൻ പറയും. പിന്നെ ചിലപ്പോഴേ വൈകിട്ട് കൊടുത്തുള്ളൂ. അവന് ചുമയുണ്ട്, വിയർപ്പ് താണേ. അരി കേട്ടോ. പിന്നെ എന്തുകൊണ്ട് അച്ചാറൊക്കെ വേണ്ടി വരും. ഓർഡർ ചെയ്തു കേട്ടോ. മീനച്ചാറും ഉണ്ട്, ബീഫ് അച്ചാറും ഉണ്ട്, പിന്നെ നാരങ്ങയൊക്കെ ഇരിപ്പുണ്ട്. വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഫിംഗർ ക്യാപ്പും പിച്ചാത്തിയും മൊത്തം കുഴുകുഴാന്നാവും. കഴുകിയാൽ എത്ര നേരം കഴുകിയാലേ പിച്ചാത്തിയിലേക്ക് പോകുന്നത്. ഉള്ളിയും കൂടെ അരിഞ്ഞിടട്ടെ. ഇന്ന് പ്രൈസ മോൻ കുശാലി കാണുമ്പോഴേ പറയാം വേണ്ടെങ്കിലും സ്വിമ്മിംഗ് പൂള് ചാലുവാന്നോ അറിയിച്ചാ. ഇതുകൊണ്ട് പിള്ളേർ ഇങ്ങനെ പോന്നു ഡ്രസ്സൊക്കെ ഇട്ട്. ഇതുകൊണ്ട് പിള്ളേർ പോന്നു. റിവേറായാലും എടുക്കത്തില്ലെന്നില്ലേ പറഞ്ഞേ. ഇവ ഇന്നലെ കൊണ്ടുപോയി അല്ലായിരുന്നോ പൈസ പോളും. നമ്മുടെ എന്താ ശരിയാക്കാത്തത്? अपना अंदर चेरिया कहते हैं अपना 20 लाखो खर्चा लगेगा. അതുകൊണ്ടാ അനു ഇപ്പോഴാണ് കണ്ടോ ഭർത്താവുമായിട്ട് പിണങ്ങിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് തോണ്ട് ഇന്ന് അവനുണ്ട്. ഇതിനെയൊക്കെ എന്തോ ചെയ്യണോ? അയ്യോ എന്തോ സ്നേഹത്തിൽ കാര്യം പറയുന്നത്. അനുവിനെ കാണിച്ചേരാ. അതുകൊണ്ട് രണ്ടും കൂടെ പോന്നു. അങ്ങ് പോയി. ഞങ്ങൾ തമ്മിൽ ചേർത്തില്ലെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. അവനൊന്നും ചെയ്യുന്നില്ല, ഇപ്പം എൻ്റെ കൂടെ അല്ല അമ്മയുടെ കൂടാന്നൊക്കെ. ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ അറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ പറയാം നെയ് ആൻറ്റി ചോട് ചെയ്യാ. അതുകൊണ്ടിപ്പോൾ കെട്ടിപ്പിടിച്ചോണ്ട് പോന്നു. എന്തോ സ്നേഹം ഇന്ന്. ഇവർക്കൊക്കെ ഒരു തമാശയാണെന്നാ തോന്നുന്നത് ലൈഫ്.
ഇവർക്കൊക്കെ ഒരു തമാശയാണെന്നാ തോന്നുന്നത് ലൈഫ്. അപ്പം ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂള് എന്തോ ഈ വെള്ളം താപ്പോട്ട് പോകുന്നെന്നും പറഞ്ഞ് അത് ശരിയാക്കാനായിട്ട് ഈ നമ്മുടെ സൊസൈറ്റി മൊത്തത്തിലല്ലേ ചിലവാക്കുന്നത്. അതിൻ്റെ എന്തോ പണി നടക്കും അടുക്കളയിൽ. റീച്ചാൻ ആദ്യമൊന്നും കണ്ടില്ലായിരുന്നു വീഡിയോ ഓണാന്നുള്ളത്. അപ്പോൾ അനു കഴിഞ്ഞ ദിവസം എനിക്കിവിടെ നിന്ന് എല്ലാം കാണാമല്ലേ, കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ആൻറ്റി ഞാൻ എല്ലാം കഴിഞ്ഞ് 5 മണി കഴിഞ്ഞ് വന്നാൽ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ അതെന്താടി, അത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇല്ല, ഞാൻ തന്നെ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചാൽ അതെന്താ പറ്റി? അവൻ ഇപ്പോൾ വരുന്നില്ല, അവനിപ്പോൾ അവൻ്റെ അമ്മയുടെ കൂടെ, ഞാൻ എൻ്റെ കൂടെ അല്ല. ഞാൻ അന്നേരം ചോദിച്ച്, പിന്നെ ചിലവിനൊക്കെ ആരാടി കൊടുക്കുന്നത്, പിന്നെ എന്തോ പ്രയോജനം നീ ഇതൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് അഭി വേണ്ട അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നോക്കിയോണ്ട് രണ്ടും കൂടെ അവിടെ കഴുത്തെ കൈയിട്ടുകൊണ്ട് അവൻ പോന്നു. അതാ ഞാൻ പറഞ്ഞത് അവർക്കൊരു തമാശയാണെന്ന്. ഒരാഴ്ച അവളിങ്ങനെ പറയും. പിന്നെ എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വന്ന് പറഞ്ഞു, ആൻറ്റി വരാ പതി ആയാതാ 2-3 ദിവസം കൊണ്ട് ഞാൻ കാണുന്നത്, ഞാൻ ചോദിച്ചല്ലോ ഉള്ളൂ. ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഇന്ന് ഇങ്ങനെ വരുന്നുണ്ട് തൂക്കാനൊക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വരുന്നേ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, നീ പിന്നെ അന്ന് പറഞ്ഞതോ ഇനി വേണ്ട വരണ്ട അമ്മയുടെ അടുത്താന്നൊക്കെ. അന്നേരം അവൾ ചിരിച്ച്. അവർക്കൊക്കെ ഒരു തമാശയായി ഇതെന്നാ തോന്നുന്നത്. നമ്മുടെ കൂട്ടൊന്നുമല്ല ഇവർ കേട്ടോ. ഇവർക്കൊക്കെ ഇത്തിരി കട്ട്സ് കൂടുതലാണ്. ഇവൾ ഭയങ്കരമായിട്ട് കള്ളം പറയും, എനിക്കതാ ഇഷ്ടപ്പെടാത്തത്. പക്ഷേ അവൾ ഭയങ്കര ഗട്ട്സ് ഉള്ളോളൂ, തൻ്റെ ഇടം ഉണ്ട് അവൾക്ക്. ഇന്നാളിലെങ്ങാണ്ട് അവൻ അടിച്ചെന്ന് പറഞ്ഞ് അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇവിടെ ഞാൻ ഫോൺ ചെയ്തിട്ട് ഇവൾ എടുത്തില്ല. അപ്പം ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താ എടുക്കാഞ്ഞെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഞാൻ ചോദിച്ചു അതെന്തിനാ? അതെൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ അടിച്ചു, ഞാൻ കൊണ്ട് കേസ് കൊടുക്കാൻ പോയി. ഞാൻ പറഞ്ഞു, എന്നിട്ട് പോലീസ് എന്തോ പറഞ്ഞു? പോലീസ് പറഞ്ഞെന്ന് ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വന്ന് പറയാൻ പറഞ്ഞെന്ന്. ആർക്കറിയായിരുന്നുള്ളയാന്നോ അല്ലയോ എന്ന്. പക്ഷേ അവൾക്ക് അവിടെ ഒരു നീര് പോലെ ഉണ്ടായിരുന്നു, അടി കിട്ടിയിട്ടുണ്ട് ഇവിടുന്നോ. ഞാനും റേച്ചാനും ഇവിടെ ഭയങ്കര തർക്കമായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അവൾ ഇപ്പോഴാണോ വരുന്നത്, വന്നിട്ട് എപ്പോഴാണ് ഇനി ഇവിടെയൊക്കെ വരുന്നത്? അപ്പോൾ റീച്ചാൻ പറഞ്ഞു, ഇല്ല അവൾ ചായ കുടിക്കാൻ പോയായിരിക്കും. ഇപ്പം കച്ചട രാവിലെ റൂമുകാരുടെ എടുത്തില്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നെടുത്ത റൂമുകാരൊക്കെ വഴക്ക് പറയും. ഞാൻ പറഞ്ഞു, ഇല്ല റീച്ച എനിക്കല്ലേ അറിയാവുന്നത്, അവൾ രാവിലെ ഒരു ഓഫീസിൽ പോവും, അവിടെ പോയിട്ട് അവിടുത്തെ എല്ലാം ചെയ്തിട്ട് അവൾ ഒരു 11:30 ആകുമ്പോഴാണ് വരുന്നതെന്ന്. റീച്ചാൻ പറഞ്ഞു, അല്ല നീ നമ്മളോട് ചോദിച്ചിരുന്നു. അവൾ വന്നപ്പോൾ ചോദിച്ചോണെ ഞാനാ ഫ്ലോപ്പായിപ്പോയെ. അവൾ ഒരു 11 മണിക്ക് വന്നിട്ട് അവൾ പറഞ്ഞ 2-3 ദിവസം ഞാനങ്ങനെ ലേറ്റായിട്ട് എടുത്തുള്ള ആൻറ്റി, റൂംകാർ ഉച്ച വരെയൊക്കെ ഇത്തിരി ലേറ്റായിട്ട് എടുത്താൽ വഴക്ക് പറയാമെന്ന് പറഞ്ഞു. അതിന് ഞാനും റീച്ചാനോട് തർക്കമായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞതായിരുന്നു തെറ്റ്. അപ്പോൾ ഞാനൊരു വെണ്ടയ്ക്ക, ഞാൻ പറഞ്ഞു, ഈ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞ് അതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അതൊന്ന് ഇങ്ങനെ കിടക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കോട്ടിയൊക്കെ റെഡി ആയിക്കോളും. വെണ്ടയ്ക്ക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ പിന്നെ തുണികൾ ആയായിരുന്നു, അതൊന്ന് വിരിച്ചിടട്ടെ. അവൻ താഴെ പോള് അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉള്ള എല്ലാം ചെയ്യും. അപ്പം ബാക്കിയുള്ളത് വന്നിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് വിരിക്കും. അപ്പം മെഴുക്കോട്ടിയൊക്കെ റെഡിയായി, അതെല്ലാം ചിണിയായി. ഒരു പാത്രം ഇട്ടതാണ്. പയറ് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താണെന്നോ വോയിസ് ഓവറാണ് കൊടുത്തത്. ഞാനിപ്പോൾ ഇട്ട് നോക്കിയോണ്ട് ഞാൻ എക്സോസൊക്കെ ഇട്ടേക്കോ, ഭയങ്കര സൗണ്ട്. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തേക്കാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ തുണി തലയെക്കെട്ട് കിട്ടിയത് അച്ചാർ ആക്കി വെക്കാൻ പോവാം. അപ്പം ക്യാപ്പുണ്ട്. അത് ഇനിയിപ്പോൾ എനിക്ക് ക്യാപ്പിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഈ കോട്ടൺ തുണി. എൻ്റെ കുറേ ഷാളുകളുണ്ട് ഇങ്ങനെ കോട്ടൺ, അതിങ്ങനെ കിട്ടുന്നത്. എനിക്ക് ക്യാപ്പ് ആണെങ്കിൽ തലയങ്ങ് ഭയങ്കര ചൂടെടുക്കും. അപ്പം ഞാൻ അതൊന്ന് ഡബ്ബകളിലാക്കാൻ വേണ്ടി ഇതൊന്ന് കെട്ടിയതാണ്. അപ്പോൾ പയർ അടപ്പത്തിട്ടേക്കുക. ഈ വെറും പന്നപ്പയർ, കാരണം ഭയങ്കര വെള്ളം, ഒട്ടും വെള്ളം ഒഴിച്ചതല്ല. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുറച്ച് നേരം ആയപ്പോഴത്തേക്കിന് വെള്ളം അങ്ങ് വറ്റി. പക്ഷേ അന്നേരം അതനുസരിച്ച് പയറിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.